അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. അപ്പോൾ ഞങ്ങളുടെ സംഘമുള്ളത് പരിശുദ്ധമായ ജന്നത്തുൽ മഅല ഖബർസ്ഥാനിലാണ്. ലോക മുസ്ലിമീങ്ങളുടെ രണ്ടാമത്തെ ഖബർസ്ഥാൻ, മക്കയിലെ ഏറ്റവും വലിയ ഖബർസ്ഥാൻ. ഈ ഖബർസ്ഥാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മഹദിയായ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയായ വ അസ്വാജുഹു ഉമ്മഹാത്തുഹും, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മയാണല്ലോ. ആ ഉമ്മയുടെ ചാരത്താണ് ഞങ്ങളുള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങും തടലുമായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ നമ്മളൊക്കെ കേട്ടതാണല്ലോ. പരിശുദ്ധമായ ഖുർആനിക വചനം ജബലുന്നൂർ പർവ്വതത്തിൻ്റെ ഹിറാ ഗുഹയിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന പരിശുദ്ധ വചനം ഇറക്കിക്കൊടുത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു അസ്വസ്ഥത തോന്നിയപ്പോൾ നേരെ വന്നത് ഈ ഉമ്മയുടെ ചാരത്തേക്കാണ്. ഖദീജ ഉമ്മയുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, ജമ്മിലൂനി യാ ഖദീജ, ഖദീജ എനിക്കൊരു പുതപ്പിട്ട് പുതച്ചു തരൂ. സ്വഹീഹുൽ ബുഖാരി ഷരീഫിലെ ഹദീസാണ്. ആ സമയത്ത് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വാന്തനപ്പെടുത്തി, കല്ലാ അബ്ശിർ ഫവല്ലാഹി ലാ യുഹ്സികല്ലാഹു അബദാ ഇന്നക ലതഹ്മിലുൽ കല്ല വതുക്രിമുൽ ലൈഫ വതുഈനു അലാ നവാഇബിൽ ഹഖ്. എൻ്റെ പൂമുത്ത് നബിയേ, അങ്ങ് ഒരിക്കലും വിഷമിക്കണ്ട, അങ്ങ് സന്തോഷിക്കുക. അള്ളാഹു അങ്ങക്കൊരു ബുദ്ധിമുട്ടും തരൂല. അങ്ങ് കുടുംബബന്ധം പുലർത്തുന്നവരല്ലേ, അതിഥികളെ സൽക്കരിക്കുന്നവരല്ലേ, സമൂഹത്തിൽ വിഷമമനുഭവിക്കുന്നവരുടെ വിഷമത്തിൽ ഇടപെട്ട് അവർക്ക് പരിഹാരം കാണിക്കുന്നവരല്ലേ. അസ്സായി അലൽ അർമിലത്തി വൽ മസാക്കീനി കൽ ജിഹാദി ഫീ സബീലില്ലാ. സമൂഹത്തിൽ പാവപ്പെട്ടവർ, അനാഥകൾ, അഗതികൾ, വിധവകൾ, ഇവർക്കൊക്കെ വേണ്ടി പരിശ്രമിക്കുന്നവരല്ലേ. അങ്ങയെ അള്ളാഹു എടങ്ങറാക്കൂല എന്ന് പറഞ്ഞ് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ അള്ളാൻ്റെ ഹബീബിനെ സ്വാന്തനപ്പെടുത്തിയത് നമ്മൾ കേട്ടതാണ്. ആയിഷ ഉമ്മയുടെ മടിയിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല വെച്ച് കിടക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, വഅഈശത്തും ലമ്മദ്ദഅത് അഫ്ളലിയതൻ തഗയ്യറ വജ്ഹുൽ മുസ്തഫ തുഹരി വഹ്മറാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് ഹബീബായ നബിയോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ എപ്പോഴും ഖദീജയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ലഹൂ വജ്ഹുൽ ഹിലാലി ലിനിസ്ഫി ശഹ്രിൻ വഅജ്ഫാനും മുകഹലതും ബിസിഹ്രിൻ. മാസാർദ്ധത്തിലെ ചന്ദ്രനെ പോലെ വദനമുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ചുവന്നുപോയി. എന്നിട്ട് പറഞ്ഞു, യാ ആയിഷ, നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോകരുത് കേട്ടോ. എൻ്റെ ഖദീജയോട് ഇന്നി റുസിക്തു ഹുബ്ബഹാ വറുസിക്തു ഔലാദഹാ, എനിക്ക് അല്ലാഹു എൻ്റെ ഖദീജയോട് എനിക്ക് വലിയ ഇഷ്ടം അല്ലാഹു തന്നിട്ടുണ്ട്. എനിക്ക് സന്താനങ്ങളെ തന്നതും എൻ്റെ ഖദീജയിലാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഖദീജ ഉമ്മയുടെ ചാരത്ത് എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഭാര്യമാരിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ അള്ളാഹു സലാം പറഞ്ഞയച്ച ഒരൊറ്റ ഭാര്യ മാത്രമേയുള്ളൂ. അത് ബീബി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയോടാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് ഹബീബായ നബിയോട് പറഞ്ഞു, നബിയെ, വഹിയ് കൊണ്ടൊന്നും വന്നതല്ല, എന്നെ അള്ളാഹു അർശിൻ്റെ അധിപനായ അള്ളാഹു ഇപ്പോൾ പറഞ്ഞയച്ചിരിക്കുന്നത്, ഞാനിപ്പോൾ വന്നത് സല്ലമല്ലാഹു ലി ഖദീജ, ഖദീജ ഉമ്മയോട് അള്ളാഹു സലാം പറഞ്ഞയച്ചിട്ടുണ്ട്, ആ സലാം പറയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അള്ളാഹു സലാം പറഞ്ഞയച്ച അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഒരൊറ്റ ഭാര്യയുണ്ടെങ്കിൽ
ഈ ജന്നത്തുൽ മഅലയിൽ കിടക്കുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയാണ്. ആ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദീജ ഉമ്മയെ വിവാഹം കഴിക്കുന്നതിൻ്റെ 5 വർഷം മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് നബിയാണെന്ന് ഈ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഖദീജ ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 20-ാം വയസ്സിൽ ആ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ അള്ളാഹിൻ്റെ ഹബീബിനോട്, അറഫ്തു അന്നക നബിയുല്ലാഹി ഖബല അൻ തതസവ്വജനി ബിഖംസ സന. അങ്ങ് എന്നെ വിവാഹം കഴിക്കുന്നതിൻ്റെ 5 വർഷം മുമ്പ്, അന്ന് ഖദീജ ഉമ്മക്ക് 35 വയസ്സാണ്, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് 20 വയസ്സാണ്. ആ 5 വർഷം മുമ്പ് 25-ാം വയസ്സിലാണല്ലോ ഖദീജ ഉമ്മയെ കല്യാണം കഴിച്ചത്. ആ സമയത്ത് അങ്ങ് നബിയാണെന്ന് അള്ളാഹു എനിക്കറിയിച്ചു തന്നിരിക്കുന്നു എന്ന് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ പറഞ്ഞ സംഭവം നമുക്കറിയാം. ഇങ്ങനെ എല്ലാം ഒത്തുണങ്ങിയ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടഭാര്യയായ ഖദീജ ഉമ്മയുടെ ചാരത്ത് ജന്നത്തുൽ മഅലയിൽ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടി ഇതുപോലെ അവൻ്റെ സ്വർഗീയാരാമങ്ങളിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. എല്ലാവർക്കും ഇൻഷാ അള്ളാഹ് പ്രത്യേകമായി ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഇവരോടൊപ്പം സ്വർഗീയാരാമങ്ങൾ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.